കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൊണ്ടു നടക്കുന്നവർ പ്രത്യേകിച്ചൊരു ലാഭമില്ലാതെ ചെയ്യില്ലല്ലോ. അതിരുകളില്ലാത്ത ലോകം എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അവരെ ഭരിക്കുന്നത് ഒരൊറ്റ ഭരണകൂടമാണ്. സുട്ടോണിൻ്റെ ബുക്ക് പറഞ്ഞു വയ്ക്കുന്നത് വിത്ത് എവിഡൻസ്. ഈ ടെക്നോളജിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ വിവരങ്ങളും US-ൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടതാണെന്നുള്ളതാണ്. റോക്കഫെല്ലർ ഫൗണ്ടേഷനും സ്റ്റാൻഡേർഡ് ഓയിലും എവിടെ ചെല്ലുന്നു അതിൻ്റെ പിന്നാലെ ചെല്ലുന്ന വേറൊരു എൻറ്റിറ്റിയും കൂടിയുണ്ട്. ഇതുപോലെയുള്ള ഗിവ് ആൻഡ് ടേക്ക് വഴി USSRൽ എത്തിയിട്ടുള്ള മെറ്റീരിയലും അതേപോലെ ടെക്നോളജിയും യൂസ് ചെയ്ത് മാത്രമല്ല ഫണ്ടും യൂസ് ചെയ്ത് നിർമ്മിച്ച ആയുധങ്ങളാണ് വിയറ്റ്നാമിൽ ചെന്നിട്ടുള്ളത്. ഇതിൽ നല്ലൊരു ശതമാനം. ഈ 50,000 പേരുടെ മരണം ആക്ച്വലി US തന്നെ ഫണ്ട് ചെയ്തതാണെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അമേരിക്കൻ മൊണോപ്പൊളിസ്റ്റിൻ്റെ താല്പര്യം സംരക്ഷിക്കപ്പെടുന്നത് കൊണ്ടായിരിക്കണമല്ലോ ഇത് പിന്തുണയ്ക്കുന്നത്. ഇതേ റോക്കഫെല്ലറാണ് അമേരിക്കൻ ചാരസംഘടനയായിട്ടുള്ള CIA രൂപീകരിക്കാൻ വേണ്ട ആദ്യത്തെ സീഡ് ഫണ്ട് കൊടുക്കുന്നത്. ഇതേ റോക്കഫെല്ലറാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഉപദേഷ്ടാവായിട്ടുള്ള സാം പിട്രോഡയുടെ ഒരു പ്രധാന ഫണ്ടർ. മാത്രമല്ല ഈ ലെഫ്റ്റ് ഇക്കോസിസ്റ്റത്തിലുള്ള ഒരുപാട് സംഘടനകൾക്കും വ്യക്തികൾക്കും ഇപ്പോഴും റോക്കഫെല്ലർ ഫൗണ്ടേഷൻ്റെ പിന്തുണ നേരിട്ടും അല്ലാതെയും വരുന്നുണ്ട്. ശ്രീ സുധീർ, ആഗോള ശക്തികൾ മറ്റ് രാജ്യങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് കാലങ്ങളായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. നിരന്തരം അത് പല രീതിയിൽ ഇടപെടുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് സോവിയറ്റ് യൂണിയൻ്റെ ഒരു ഇടപെടൽ അത് നെഹ്റുവിൻ്റെ കാലം തൊട്ട് ഇങ്ങോട്ടുണ്ടായിരുന്നു. നെഹ്റുവിനെ തന്നെ സോവിയറ്റ് യൂണിയനിൽ നിന്നുള്ള കൊമിൻറ്റൻ, അതായത് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ വിളിച്ചിരുന്നത് കത്തിടപാടുകളിൽ പോലും സഖാവെ എന്നായിരുന്നു അഭിസംബോധന ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് സോവിയറ്റ് യൂണിയൻ്റെ ഇടപെടൽ ഇന്ത്യയുടെ പല നയങ്ങളിലും ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ പല നയങ്ങളും സോവിയറ്റ് യൂണിയൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചെയ്തിട്ടുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മിത്രോക്കിൻ ആർക്കൈവ്സ്, ഇന്ത്യയിലെ പല മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ സോവിയറ്റ് യൂണിയൻ്റെ ശമ്പളം പറ്റി അല്ലെങ്കിൽ പങ്ക് പറ്റി ജീവിച്ചിരുന്നു, അല്ലെങ്കിൽ അതിനനുസരിച്ച് രാജ്യത്തെ പല കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നു. അത് നിയമനിർമ്മാണത്തിൽ ഉള്ള MLA-മാരും MP-മാരും ഉൾപ്പെടെയുള്ളവർ, രാഷ്ട്രീയ നേതാക്കൾ ഒക്കെ ഉണ്ടായിരുന്നതായി മിത്രോക്കിൻ ആർക്കൈവ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാലം കഴിഞ്ഞു. ഇന്ന് വലിയൊരു മാറ്റങ്ങൾക്ക്, അതായത് സാങ്കേതികമായ വലിയൊരു മാറ്റങ്ങൾക്കാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. അതായത് AI ഉൾപ്പെടെയുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ, സൈബർ യുദ്ധങ്ങൾ, ഇതൊക്കെ നടക്കുന്നൊരു കാലമാണ്. ഇന്ന് എങ്ങനെയാണ് ഈ ഒരു ആഗോള ശക്തികളുടെ ഇടപെടൽ ഇത് നമ്മുടെ രാജ്യത്തെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു? എന്താണ് ഈ പറയപ്പെടുന്ന ഈ പൊതുവെ എല്ലാ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ഒരു സംഗതി, എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്നതിന് മുമ്പ് ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഒരു രാഷ്ട്രം എന്ന് നമുക്ക് അർത്ഥമാക്കാമല്ലോ. അപ്പോൾ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ ആ ഒരു രാഷ്ട്രത്തിൻ്റെയോ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ഭരണകൂടത്തിൻ്റെയോ പുറകിൽ അദൃശ്യരായി ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന ഒരു സംഘമെന്ന് വളരെ ലളിതമായിട്ട് പറയാം. അത് ശരിക്കും പറഞ്ഞാൽ അത്തരം സംഘങ്ങൾ പല രാഷ്ട്രങ്ങളിലും ഉണ്ടായിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ പ്രസക്തമായിട്ടുള്ള ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റ് ഒക്കെയാണ് പ്രധാനമായിട്ടുള്ളത്. എന്ന് വെച്ചാൽ അമേരിക്കയുടെ സംവിധാനങ്ങൾ വഴി മറ്റ് പല രാഷ്ട്രങ്ങളുടെയും ആഭ്യന്തര പ്രശ്നങ്ങളിലും ഭരണങ്ങളിലും നയരൂപീകരണങ്ങളിലും ഒക്കെ ഇടപെടുന്ന ഒരു സംവിധാനം. ആ സംവിധാനം ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ രാഷ്ട്രം അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു ഭരണകൂടം എന്നുള്ളതിനുപരി അതിനപ്പുറമുള്ള ഒരു കൂട്ടം ആളുകളാണ്. ഇപ്പോൾ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് ജോർജ് സോറോസ് എന്നുള്ളത്. ജോർജ് സോറോസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു നെറ്റ്വർക്കിൽ ഒരു ചെറിയ കണ്ണി മാത്രമാണ്. ഇതൊരു വിപുലമായിട്ടുള്ള നെറ്റ്വർക്കാണ്. ആ ഒരു നെറ്റ്വർക്കിന് വ്യവസ്ഥാപിതമായിട്ടുള്ളതെന്ന് വെച്ചാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തീരുമാനിക്കപ്പെട്ടിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആ ലക്ഷ്യങ്ങളിലേക്ക് അവർ പടിപടിയായി അടുത്തുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി അവർ ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ സ്ട്രാറ്റജികൾ സ്വീകരിക്കുന്നു. ആ സ്ട്രാറ്റജികൾ വഴി ആ ലക്ഷ്യത്തിലേക്ക് കുറച്ചും കൂടെ അടുക്കുന്നു. വിചാരിച്ച അത്ര ഒരു റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്ട്രാറ്റജിയിലേക്ക് പോകുന്നു. അത് ഒരു നൂറ്റാണ്ടുകളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരു ചുരുങ്ങിയത് ഇപ്പം ഒരു മോഡേൺ ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെന്ന് വെച്ചാൽ 19-ാം നൂറ്റാണ്ട് മുതൽ വളരെ ആക്റ്റീവായിട്ട്
നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ. എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രവർത്തന പദ്ധതി, അല്ലെങ്കിൽ നമ്മൾ ഞെട്ടുന്ന രീതിയിലുള്ള ചില കോമ്പിനേഷനുകൾ, അതായത് ചില കൊടുക്കൽ വാങ്ങലുകൾ ഈ ഡീപ് സ്റ്റേറ്റിനുള്ളിൽ തന്നെ സംഭവിക്കാറുണ്ട്, അല്ലെങ്കിൽ അവർ വഴി നടത്തപ്പെടുന്നുണ്ട്. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഇതിനൊരു മറുപടി പറയുന്നത് നേരിട്ടൊരു മറുപടി സാധ്യമല്ല. അപ്പം നമ്മളെന്താ പറയുക, ഒരു പ്രോഗ്രസീവായിട്ട് നമുക്ക് ആ മറുപടിയിലേക്ക് എത്താം. ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ലോകത്തെ സകല രാഷ്ട്രീയങ്ങളും ഒന്നുകിൽ ഇടത് രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ വലത് രാഷ്ട്രീയമാണ്. ഈ രണ്ടും അല്ലാത്തൊരു രാഷ്ട്രീയ സാധ്യതയെ പറ്റിയിട്ടൊരു ചർച്ചയും എവിടെയും കാണുന്നില്ല. അഥവാ എന്തെങ്കിലും ചർച്ച എവിടെയെങ്കിലും തുടങ്ങിയാൽ തന്നെ അത് എത്തത്തുമില്ല. നമുക്കറിയാം ഈ ഇടതും വലതും എന്ന് പറയുന്നൊരു ബൈഫർക്കേഷൻ എങ്ങനെ വന്നു എന്നുള്ളത് നമുക്കറിയാം. പണ്ട് ഫ്രഞ്ച് റവല്യൂഷന് മുമ്പ് ഫ്രാൻസിലെ രാജ്യസഭയിൽ രാജാവിൻ്റെ ഇടതുവശത്ത് കർഷകരും അതുപോലെ തൊഴിലാളികളുടെയും ഒക്കെ റെപ്രസെൻറ്റേറ്റീവ്സ് സമ്മേളിച്ചിരുന്നു. വലതുവശത്ത് ഈ പ്രഭുക്കന്മാരും അതേപോലെ വ്യവസായികളും പുരോഹിതരും ഒക്കെ അസംബിൾ ചെയ്തിരുന്നു. അതിൽ നിന്നാണ് ഈ ഇടതും വലതും എന്ന് പറയുന്ന ഒരു വേർതിരിവുണ്ടാവുന്നത്. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കുക, ഈ ഇടതും വലതും എന്ന് പറയപ്പെടുന്ന ഈ രണ്ട് വിഭാഗം മനുഷ്യർ, ഇവർ യഥാർത്ഥത്തിൽ പരസ്പര പൂരകങ്ങളായിട്ടുള്ള ലക്ഷ്യങ്ങളുള്ളവരാണ്. ഇപ്പോൾ വ്യവസായികളായിക്കോട്ടെ, സംരംഭകരായിക്കോട്ടെ, കുറച്ച് ധനാഢ്യരായിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, അവർ ആരംഭിക്കുന്ന ഇനീഷ്യേറ്റീവുകളിൽ ഈ ഇടതുപക്ഷത്തുള്ള ആളുകൾക്ക് അവസരങ്ങൾ ലഭിക്കുകയും ഈ ഇടതുപക്ഷത്ത് അഥവാ ഈ തൊഴിലാളികളായിട്ടുള്ളവരും അതുപോലെ ഡൗൺ ട്രോഡൻ ആയിട്ടുള്ള ആൾക്കാർക്കും ഉയർന്നു വരാനുള്ളൊരു അവസരം കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ സംഘർഷത്തിൻ്റെ ആവശ്യമുണ്ടോ? ആർക്കാണ് ഈ സംഘർഷം ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള അത്രയും നിർബന്ധമുള്ളത്? അപ്പോൾ ആ ഒരു ദിശയിൽ ചിന്തിച്ച് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് എന്താ പറയുക, നമ്മളിതുവരെ പഠിച്ചു വെച്ചിട്ടുള്ള ഹിസ്റ്റോറിക്കൽ പേഴ്സ്പെക്റ്റീവിൻ്റെ വേറൊരു വശം നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടും. അതായത് ഈ നമ്മളിതുവരെ കണ്ട പല കാര്യങ്ങളിൽ നിന്നും ഉള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വഴി അവിടെ നമുക്ക് കാണാൻ കഴിയും, അല്ലെങ്കിൽ വ്യത്യസ്തമായൊരു ചിന്ത അവിടെ ഉയർന്നു വരും. അതെ, ഇപ്പോൾ ഈ സംഘർഷങ്ങളെല്ലാം എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് നോക്കാം. ഇപ്പം എന്താ പറയുക, ഈ തൊഴിലാളിക്ക് മുതലാളി ബൂർഷ്വയാണ്. അവിടെ നിന്നല്ല, അതായിരുന്നു തുടക്കം. ഒരു 19-ാം നൂറ്റാണ്ടിൽ അവിടെ നിന്നാണ് തുടങ്ങിയത്. അവിടെ നിന്ന് ഇപ്പോൾ ഒരു നിയോ ലിബറലിസത്തിൻ്റെ കാലത്തിലേക്ക് വരുമ്പോൾ ദരിദ്രന് 10 പൈസ ഉണ്ടാക്കിയവൻ ചൂഷകനാണ്, സ്ത്രീക്ക് പുരുഷൻ ചൂഷകനാണ്, കറുത്തവന് വെളുത്തവൻ ചൂഷകനാണ്, അതുപോലെ ഒരു ഹോമോസെക്ഷലായിട്ടുള്ള വ്യക്തിക്ക് ഒരു നോർമൽ സെക്ഷൽ ഓറിയൻറ്റേഷനുള്ള വ്യക്തി ചൂഷകനാണ്, LGBT. അതുപോലെ അത് മാത്രമല്ല, വളരെ എന്താ പറയുക, ഈ ഒരു ചിന്തകളെ ഒരുപാട് എക്സാജറേറ്റ് ചെയ്തുകൊണ്ട് പ്രകൃതിക്കും മനുഷ്യൻ ചൂഷകനാണ് എന്നുള്ളൊരു തലത്തിലേക്ക്, ഒരു തീവ്രമായിട്ടുള്ള തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയി അവസാനം ഒരു 500, 700, 800 കോടി മനുഷ്യരുള്ള ഈ ഭൂമിയിൽ ഓരോ മനുഷ്യനും തമ്മിൽ ഏതെങ്കിലും ഒരു തലത്തിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തുന്നത്. ആ കോൺഫ്ലിക്റ്റിൻ്റെ അളവ് കൂടുതലല്ലാതെ കുറയുന്നില്ല. ഈ ദിശയിൽ പോയി കഴിഞ്ഞാൽ ഒരു 1000 ആണ്ട് കാലം കഴിഞ്ഞാലും ഈ കോൺഫ്ലിക്റ്റുകൾ കൂടുക എന്നല്ലാതെ കുറയുന്ന സ്ഥിതി ഉണ്ടാവില്ല. സോ ഇങ്ങനെ ഒരു പെർപെച്വൽ കോൺഫ്ലിക്റ്റ് ഇൻസ്റ്റിഗേറ്റ് ചെയ്തതുകൊണ്ട്, അല്ലെങ്കിൽ ആരാണ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ഒബ്വിയസ്ലി ഈ കോൺഫ്ലിക്റ്റുകളെല്ലാം ആരംഭിക്കുന്നത് പൊളിറ്റിക്കൽ ലെഫ്റ്റിൽ നിന്നാണ്. പൊളിറ്റിക്കൽ ലെഫ്റ്റിൽ നിന്നാണെന്നുണ്ടെന്ന് വെച്ചാൽ ഈ പൊളിറ്റിക്കൽ ലെഫ്റ്റിൻ്റെ ആരംഭത്തിൽ നിന്നും നമ്മളിതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് നോക്കാം. പൊളിറ്റിക്കൽ ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഐഡിയോളജി ലോകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്, ഒഫീഷ്യലി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് 1917 റഷ്യൻ റവല്യൂഷനോട് കൂടിയിട്ടാണല്ലോ. അതെ. ഈ റഷ്യൻ റവല്യൂഷൻ്റെ ആ ഒരു തുടക്കത്തിലുള്ള നമുക്ക് അത്ര പരിചിതമല്ലാത്ത ചില ഫാക്ട്സ് നമുക്ക് നോക്കാം. സോ ഈ 1917 റഷ്യൻ റവല്യൂഷൻ ആരംഭിക്കുമ്പോൾ നേതാക്കളെ നമുക്കറിയാം. ലെനിനാണ്, പിന്നെ ഒരാൾ ട്രോട്സ്കിയാണ്. ലെനിൻ സ്വിറ്റ്സർലാൻഡിലായിരുന്നു. നമ്മൾ പഠിച്ചിട്ടുള്ളത് 1917 നവംബർ മാസത്തിലാണ്
ഈ റവല്യൂഷൻ നടന്നത്. സാർ ഭരണം അട്ടിമറിക്കുക, അതുവഴി ഒരു തൊഴിലാളി ഭരണം സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഈ 1917 നവംബറിലുള്ള ഈ ഒരു റവല്യൂഷൻ നടക്കുന്നതിനും 7 മാസം മുമ്പ് തന്നെ സാർ നിക്കോളാസ് സെക്കൻഡിനെ അവിടുന്ന് നാട് കടത്തപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഈ നാട് കടത്തപ്പെടുന്ന സമയത്ത് ലെനിനോ ട്രോട്സ്കിയോ ഒന്നും അവിടെ ഇല്ല. ലെനിൻ സ്വിറ്റ്സർലൻഡിലാണ്. ട്രോട്സ്കി നമ്മൾ എന്താ പറയുക, വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്താണ്. എന്ന് വെച്ചാൽ എന്താ പറയുക, ഗ്ലോബൽ ക്യാപിറ്റലിസത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ന്യൂയോർക്കിലെ ഒരു അപ്പ് മാർക്കറ്റ് ഏരിയയിൽ ഒരു അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ജീവിച്ചിരുന്നത്. അത്യാവശ്യം നല്ല ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. ഓർക്കണം, 1917 കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ഫ്രിഡ്ജ് അടക്കമുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സോ അവിടുന്ന് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ കാനഡ വഴിയാണ് പിന്നെ പുള്ളി ഇങ്ങോട്ട് റഷ്യയിലേക്ക് എത്തുന്നത്. സോ ഇതിന് ശേഷം ഈ പറഞ്ഞ ബോൾഷെവിക്കുകളുടെ മൂവ്മെൻ്റ് അവിടെ നടക്കുന്നു. സോ ഈ മൂവ്മെൻറ്റുകളൊക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ, എന്തൊരു മൂവ്മെൻറ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ സംഘാടനം ഉണ്ടാവണം, അതിന് വേണ്ട റിസോഴ്സസ് ഉണ്ടാവണം. നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളത് എന്താ പറയുക, അവിടെയുള്ള പെസൻസ്, കർഷകർ, വളരെ ഡൗൺ ട്രോഡൻ ആയിട്ടുള്ള ആൾക്കാർ കൂടെ നിന്നതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചതെന്നാണ്. ഈ ഡൗൺ ട്രോഡൻ ആയിട്ടുള്ള ആളുകൾക്ക് ഈ രണ്ടും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. സംഘാടനവും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല, റിസോഴ്സസും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല വേറൊരു വശം എന്താണെന്ന് വെച്ചാൽ, ഈ സാർ ചക്രവർത്തി അവിടുന്ന് നാട് കടത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും അവിടെ പ്രോപ്പർട്ടി ഓൺ ചെയ്തിരുന്ന, അവിടുത്തെ ഭൂസ്വത്ത് ഉണ്ടായിരുന്നവർ, മറ്റ് പ്രോപ്പർട്ടികൾ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നവർ, അങ്ങനെയുള്ള ഒരു വലിയ വിഭാഗം അവിടെ ഓൾറെഡി ഉണ്ടായിരിക്കണമല്ലോ. ഈ റെവല്യൂഷൻ നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഇവരുടെ ഭാഗത്തുനിന്ന് കാര്യമായിട്ടുള്ളൊരു റെസിസ്റ്റൻസ്, കാര്യമായിട്ടുള്ളൊരു റെഫറൻസ് നമുക്ക് ലഭ്യമല്ല. സോ അവിടെയാണ് ഒരു അധികം എന്താ പറയുക, അത്ര പ്രചാരം നേടാത്ത ഒരു പുസ്തകത്തിൻ്റെ പ്രസക്തി വരുന്നത്. ആൻ്റണി സുട്ടോൺ എന്ന് പറയുന്ന ഒരു ഗവേഷകനാണ്. അദ്ദേഹത്തിൻ്റെ ദ വാൾ സ്ട്രീറ്റ് ആൻഡ് ദ ബോൾഷെവിക് റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകമുണ്ട്. ഈ പുസ്തകത്തിൽ ഇതിൻ്റെ പിന്നാമ്പുറ രഹസ്യങ്ങൾ ഒരുപാട് വിത്ത് ഡോക്യുമെൻറ്റഡ് എവിഡൻസ് പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ JP മോർഗൻ, JD റോക്കഫെല്ലർ, അതുപോലെയുള്ള ഇവർ മൊണോപ്പൊളിസ്റ്റുകളാണ്. ഇവരുടെയൊക്കെ ഒരു അംബീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലോബൽ മൊണോപ്പൊളിയാണ്, ആഗോള കുത്തക എന്ന് വെച്ചാൽ ഇവരുടെ മാത്രമായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയായിട്ട് ലോകത്തെ മുഴുവൻ മാറ്റുക. ഇവരുടെ കമ്പനി മാത്രമേ ഉള്ളൂ, ഇവർക്ക് വേറെ യാതൊരു കോമ്പറ്റീഷനും ഇല്ല. ആ ഒരു ഗ്ലോബൽ മൊണോപ്പൊളി എന്നുള്ള ഒരു ആശയം നടപ്പാക്കാൻ വേണ്ടിയിട്ട് അവർ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ആശയം എന്ന് പറഞ്ഞാൽ, ലൈക്ക് ലോകത്തുള്ള സകല ജനങ്ങളും, എത്ര ജനങ്ങളുണ്ടോ അത്രയും ജനങ്ങൾ മുഴുവനും തൊഴിലാളികൾ മാത്രമായിട്ടിരിക്കുക. അവർ മൂലധനത്തിനെ വെറുക്കുക. അവർ ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു മുതലാളിയാവുക അല്ലെങ്കിൽ ഒരു കുറച്ച് സമ്പാദിക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അവർക്ക് ഇല്ലാതിരിക്കുക. അത്തരം മാനസികാവസ്ഥ ഇല്ലാതാക്കുക. അതെ, അതിന് കാരണമായിട്ടുള്ള ഈ സമ്പാദിക്കാനുള്ള ഒരു എന്താ പറയുന്നത്, നമ്മളുടെ താല്പര്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കുടുംബം എന്നുള്ള വ്യവസ്ഥതയും കൂടെ അബോളിഷ് ചെയ്ത് കളയാം. ഇത് അന്ന് അവർക്കുണ്ടായിരുന്ന അംബീഷനാണ്. ആ അംബീഷനിൽ നിന്നും ആരംഭിച്ച ഒരു സംഭവമാണ് പിന്നീട് ഈ റഷ്യൻ റവല്യൂഷനിലേക്ക് എത്തിയതെന്ന് എന്നാണ് ആൻ്റണി സുട്ടോൺ പറഞ്ഞു വയ്ക്കുന്നത്. പറഞ്ഞു വരുമ്പോൾ ഈ പറയുന്ന നയങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ നയങ്ങളായിട്ടും പറയപ്പെടുന്നതാണല്ലോ. കൃത്യമായിട്ടും. അപ്പോൾ ഈ ഇടതുപക്ഷത്തിൻ്റെ നയങ്ങളിലേക്ക്, മീൻസ് ഇടതുപക്ഷം ഈ ഒരു എന്താ പറയുക, തിയററ്റിക്കലായിട്ട് ഈ ഒരു നയങ്ങളിലേക്ക് എത്തിയത്
എവിടുന്നാണെന്നുള്ള ഒരു റെഫറൻസാണിത് വരുന്നത്. ഇതിന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് തെളിവുകളും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ ഗ്ലോബൽ മൊണോപ്പൊളിസ്റ്റുകളുടെയും ഇടതുപക്ഷത്തിൻ്റെയും ലക്ഷ്യം ഒന്നാണെന്ന് പറഞ്ഞല്ലോ. ഇത് മ്യൂച്വലി ബെനിഫിഷ്യൽ ആകുന്നത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ, ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൊണ്ടു നടക്കുന്നവർ പ്രത്യേകിച്ചൊരു ലാഭമില്ലാതെ ചെയ്യില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ക്രമം എന്താണെന്ന് നോക്കിയാൽ മതി. എന്ന് വെച്ചാൽ ലോക ജനത മുഴുവൻ തൊഴിലാളികളായി മാറുന്നു. അവരെ ഭരിക്കുന്നത് ഒരൊറ്റ, എന്ന് വെച്ചാൽ അതിരുകളില്ലാത്ത ലോകം എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അവരെ ഭരിക്കുന്നത് ഒരൊറ്റ ഭരണകൂടമാണ്. ലോകം മുഴുവനും ഒരൊറ്റ ഭരണകൂടത്തിൻ്റെ കീഴിൽ. ഈ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത് ഈ ഗ്ലോബൽ മൊണോപ്പൊളിസ്റ്റുകളാണ്. ഇതാണ് ഇതിൻ്റെ ക്രമം. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടു. ഗ്ലോബൽ മൊണോപ്പൊളിസ്റ്റുകൾക്ക് മൊണോപ്പൊളിയായി ഈ ഇവർ ജന്മം കൊടുത്തിട്ടുള്ളതെന്ന് പറയപ്പെടുന്ന ഇടതുപക്ഷത്തിന് ഭരണമായി, അധികാരമായി, ഇവരെല്ലാവരും ഉദ്ദേശിക്കുന്ന ഒരു ലോകക്രമം നടപ്പായി. ഈ ഒരു ലക്ഷ്യത്തിലേക്ക് ഘട്ടം ഘട്ടമായിട്ട് കാര്യങ്ങളെ അടുപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യമായിട്ട് പറയപ്പെടുന്നത്. സോ ഇതിൻ്റെ ഒരു ആരംഭമായിട്ട് 1917 ബോൾഷെവിക് റവല്യൂഷൻ ആൻ്റണി സുട്ടോൻ്റെ പുസ്തകം പറഞ്ഞു വയ്ക്കുന്നു. സോ ഈ 1917 റവല്യൂഷൻ നടക്കുന്ന സമയത്തും അതിന് ശേഷവും ബോൾഷെവിക്കുകൾക്ക് നേരിട്ടും അല്ലാതെയും ഈ പറയുന്ന US-ൽ നിന്നും, നമ്മൾ പുറമേ പറയുമ്പോൾ US-ഉം സോവിയറ്റ് യൂണിയനും ബദ്ധവൈരികളാണ്. ശീതസമരമായിരുന്നു. ശീതസമരത്തിന് മുൻപ് നേരിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ട്, ശീതസമരത്തിൻ്റെ സമയത്തും. പക്ഷേ ഈ US-ൽ നിന്നും ബോൾഷെവിക് റവല്യൂഷനും ബോൾഷെവിക്കുകൾക്കും കിട്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ടും ടെക്നോളജിക്കൽ സപ്പോർട്ടും കുറച്ചൊന്നുമല്ല. ബോൾഷെവിക്കുകൾക്ക് ആ സമയത്ത് US എൻറ്റിറ്റീസ് ലോൺ വരെ കൊടുത്തിട്ടുണ്ട്. ലൈക്ക് റോക്കഫെല്ലറിൻ്റെ കാര്യം പറഞ്ഞു. JD റോക്കഫെല്ലർ ആണ് സ്റ്റാൻഡേർഡ് ഓയിൽ എന്ന് പറയുന്ന ഓയിൽ കമ്പനിയുടെ ഉടമ. JD റോക്കഫെല്ലർ എന്ന് പറയുന്ന ഫാമിലിയാണ്, മീൻസ് ആ വ്യക്തിയുടെ ഫാമിലിയാണ്. സോ ഈ സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനി റഷ്യ എന്നുള്ള ഓയിൽ ആണ് അവരുടെ മെയിൻ കോമ്പറ്റീറ്ററായിരുന്നത്. ഈ റെവല്യൂഷന് ശേഷം ആ കോമ്പറ്റീഷൻ ഇല്ലാതായി. സ്റ്റാൻഡേർഡ് ഓയിലിന് വീണ്ടും മൊണോപ്പൊളി കിട്ടി. അതിനുശേഷം സ്റ്റാൻഡേർഡ് ഓയിൽ റഷ്യയിൽ റിഫൈനറി തുടങ്ങി, മറ്റ് പല പദ്ധതികളും തുടങ്ങി. US-ഉം റഷ്യയും തമ്മിൽ ഓയിൽ ട്രേഡ് തുടങ്ങി. ഇതിന് പകരം കൊടുക്കുന്ന പണമുണ്ടല്ലോ, ഈ ട്രേഡിൽ പകരം കൊടുക്കുന്ന പണമുണ്ട്. ആ പണം കൊടുക്കേണ്ട കരാറിൽ ബോൾഷെവിക്കുകൾക്ക് കൊടുക്കുന്ന ഒരു $75 മില്യൺ ലോണും കൂടെ ഉൾപ്പെട്ടിരുന്നു. ആ പണം വെച്ചിട്ടാണ് വലിയൊരു എന്ന് വെച്ചാൽ വലിയൊരു ഫിനാൻഷ്യൽ ക്രഞ്ചിൽ അകപ്പെട്ട് നിന്നിരുന്ന ബോൾഷെവിക്കുകൾക്ക് ഒരു പുതുജീവൻ കിട്ടുന്നത്. അതായത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ് ഇടതുപക്ഷത്തിൻ്റെ തലതൊട്ടപ്പന്മാരെ പിന്തുണച്ചതെന്നാണ് പറഞ്ഞു വരുന്നത്. ഒബ്വിയസ്ലി ഈ പുസ്തകം പറഞ്ഞു വയ്ക്കുന്നത് അങ്ങനെയാണ്. മാത്രമല്ല ഈ പുസ്തകം എഴുതിയ ആൻ്റണി സുട്ടോൺ അമേരിക്കക്കാരനാണ്. അദ്ദേഹം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഹൂവർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് വാർ, റെവല്യൂഷൻ ആൻഡ് പീസ് എന്ന് പറയുന്ന ഇതിൽ ഗവേഷണം നടത്തുന്ന ഒരു റിസർച്ച് ഫെല്ലോ ആണ്. ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എല്ലാം വെൽ ഡോക്യുമെൻറ്റഡ് ആണ്, നല്ല റെഫറൻസ് ഉള്ള പുസ്തകങ്ങളാണ്. സോ ഈ അമേരിക്കൻ പിന്തുണയെ പറ്റിയിട്ട് നമ്മൾ എവിടെയും അധികം ചർച്ചകളൊന്നും കണ്ടിട്ടേയില്ല. അതെ. ഈ ഒരു റിഫൈനറിയുടെ കേസ് മാത്രമല്ല, ഘട്ടം ഘട്ടമായിട്ട് ഈവൻ സമരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഒരുപാട് ഫിനാൻഷ്യൽ സപ്പോർട്ട് US-ന്ന് റോക്കഫെല്ലറിൻ്റേതായിട്ട് സോവിയറ്റ് യൂണിയന് കിട്ടിയിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, ഒരുമാതിരി എല്ലാ ടെക്നോളജിയും നമ്മൾ പറയാറുണ്ട് US-ഉം USSR-ഉം തമ്മിൽ ടെക്നോളജിക്കലായിട്ടുള്ള ഒരു യുദ്ധം കൂടെ നടക്കുന്നുണ്ടെന്ന്. ഇവരുടെ ബഹിരാകാശ പര്യവേഷണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് വായിച്ചിട്ടുള്ളതാണ്. പക്ഷേ സുട്ടോൻ്റെ ബുക്ക് പറഞ്ഞു വയ്ക്കുന്നത് വിത്ത് എവിഡൻസ്. ഈ ടെക്നോളജിയുടെ
അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ വിവരങ്ങളും US-ൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടതാണെന്നുള്ളതാണ്. മാത്രമല്ല ഈ റെവല്യൂഷന് ശേഷം ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി വന്നു. ലൈക്ക് 1928 to 1932 ആണ് ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി. ഈ പഞ്ചവത്സര പദ്ധതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരുവിധം എല്ലാ പ്രോജക്റ്റുകളും ചെയ്തിട്ടുള്ളത് ഒന്നുകിൽ US കമ്പനിയാണ്, അല്ലെങ്കിൽ UK കമ്പനിയാണ്, അല്ലെങ്കിൽ ജർമ്മൻ കമ്പനിയാണ്, അല്ലെങ്കിൽ ഫ്രഞ്ച് കമ്പനിയാണ്. ഇതിൽ തന്നെ ബഹുഭൂരിപക്ഷം US കമ്പനികളാണ്. ഈ 1928 to 1932 എന്ന് പറഞ്ഞാൽ ഈ ഒരു എന്താ പറയുക, ഇവർ രണ്ട് പേരും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് അത്യാവശ്യം നല്ല ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന ഒരു സമയം തന്നെയാണ്. ആ സമയത്താണ് ഈ ഒരു ടെക്നോളജി ട്രാൻസ്ഫറും അതേപോലെ ഫണ്ടിൻ്റെ ട്രാൻസ്ഫറും ഒക്കെ നടക്കുന്നത്. മാത്രമല്ല റോക്കഫെല്ലർ ഫൗണ്ടേഷനും സ്റ്റാൻഡേർഡ് ഓയിലും എവിടെ ചെല്ലുന്നു അതിൻ്റെ പിന്നാലെ ചെല്ലുന്ന വേറൊരു എൻറ്റിറ്റിയും കൂടിയുണ്ട്. ചേസ് നാഷണൽ ബാങ്ക് എന്ന് പറയും. റോക്കഫെല്ലറിൻ്റെ തന്നെ ഒരു ബാങ്കാണ്. ഈ ചേസ് നാഷണൽ ബാങ്ക് ബോൾഷെവിക്കുകൾക്ക് വേണ്ടിയിട്ട് ബോൾഷെവിക്കുകളുടെ ബോണ്ട് US-ൽ വിറ്റിട്ടുണ്ട്. US ടാക്സ് പേയേഴ്സിൻ്റെ മണി ബോൾഷെവിക്കുകൾക്ക് വേണ്ടിയിട്ട് റേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഡോക്യുമെൻറ്റഡ് ആണ്. ഇതിനും പുറമെ പിന്നീട് വിയറ്റ്നാം വാറൊക്കെ നടന്ന സമയത്ത് വിയറ്റ്നാം വാറിന് വേണ്ടിയിട്ട് ഇപ്പോൾ സോവിയറ്റ് യൂണിയനിൽ നിന്നെല്ലാം ആയുധങ്ങൾ വന്നിരുന്നല്ലോ. ഈ ആയുധങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് ഇൻഡയറക്റ്റായിട്ട് പോയിരുന്നതും US നിന്നാണ്. ഫണ്ട് മാത്രമല്ല, അതിന് ആ ആയുധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ട റോ മെറ്റീരിയൽസ്, അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം ആ സമയത്ത് 1960s തോന്നുന്നു, 1955 to 1975 ആണ് വിയറ്റ്നാം വാർ. 1960s ഏകദേശം 400ഓളം ഉൽപ്പന്നങ്ങൾ US നോൺ സ്ട്രാറ്റജിക് ആയിട്ട് ഡിക്ലെയർ ചെയ്തു. ഈ 400ഓളം ഉൽപ്പന്നങ്ങളിൽ ബഹുഭൂരിപക്ഷം ഉൽപ്പന്നങ്ങളും ആയുധങ്ങളും യുദ്ധോപകരണങ്ങളും ഉണ്ടാക്കാൻ വേണ്ട പ്രോഡക്റ്റുകളായിരുന്നു. ഈ നോൺ സ്ട്രാറ്റജിക്കായി ഡിക്ലെയർ ചെയ്തതിന് ശേഷം വലിയ രീതിയിൽ USSR ട്രേഡ് നടന്നിട്ടുണ്ട്. അങ്ങനെ USSRൽ പോയിട്ടുള്ള ഇവിടുന്ന് മെഷീനറി പോകുന്നു, അതേപോലെ ഈ പറഞ്ഞ റോ മെറ്റീരിയൽസ് പോകുന്നു. USSRൽ നിന്ന് തിരിച്ച് അവിടെ നിന്നുള്ള റിസോഴ്സസ് ഇങ്ങോട്ട് വരുന്നു. ഇതുപോലെയുള്ള ഗിവ് ആൻഡ് ടേക്ക് വഴി USSRൽ എത്തിയിട്ടുള്ള മെറ്റീരിയലും അതേപോലെ ടെക്നോളജിയും യൂസ് ചെയ്ത്, മാത്രമല്ല ഫണ്ടും യൂസ് ചെയ്ത് നിർമ്മിച്ച ആയുധങ്ങളാണ് വിയറ്റ്നാമിൽ ചെന്നിട്ടുള്ളത്. ഇതിൽ നല്ലൊരു ശതമാനം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഏകദേശം 50,000-ഓളം US സൈനികർ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് വിയറ്റ്നാം വാറിൽ. ഈ 50,000 പേരുടെ മരണം ആക്ച്വലി US തന്നെ ഫണ്ട് ചെയ്തതാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ വരുമ്പോൾ അതങ്ങനെ മനസ്സിലാക്കണം. അതെ. ഇപ്പം അതിനുശേഷം ഉണ്ടായിട്ടുള്ള പല സംഭവം, ഈവൻ ചൈനയും റോക്കഫെല്ലറുമായിട്ടുള്ള ഡീലുകളും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ റോക്കഫെല്ലർ ഫൗണ്ടേഷനും ഈ ചേസ് നാഷണൽ ബാങ്കും ചേർന്ന് 1922 അമേരിക്കൻ റഷ്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് രൂപീകരിച്ചായിരുന്നു. ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. റഷ്യയിലെ ബോൾഷെവിക് ഭരണം അല്ലെങ്കിൽ ഇടത് ഭരണത്തിന് എപ്രകാരമാണ് റോക്കഫെല്ലറിനെ പോലെയുള്ള ഒരു അമേരിക്കൻ മൊണോപ്പൊളിസ്റ്റ് പിന്തുണച്ചതെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അമേരിക്കൻ മൊണോപ്പൊളിസ്റ്റിൻ്റെ താല്പര്യം സംരക്ഷിക്കപ്പെടുന്നത് കൊണ്ടായിരിക്കണമല്ലോ ഇത് പിന്തുണയ്ക്കുന്നത്. മാത്രമല്ല അതിനുശേഷം ചൈനയെ ഇതേ റോക്കഫെല്ലർ പിന്തുണയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സോ ഒബ്വിയസ്ലി ബാക്കി ലോജിക്കാണ്. ഇവരുടെ ലക്ഷ്യങ്ങളും ഒന്നാണ്, ഇവർ പിന്തുണയ്ക്കുന്നവരുടെ ലക്ഷ്യങ്ങളും ഒന്നാണ്. ഇവരെല്ലാവരും ഒരേ ലക്ഷ്യത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ റോക്കഫെല്ലറിനെ പറ്റി കുറച്ചും കൂടെ ഒരു 1-2 പോയിൻറ്റുകൾ കൂടെ പറഞ്ഞു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ കുറേയും കൂടെ കാര്യങ്ങളിൽ ഒരു പെർവാസീവായിട്ടുള്ളൊരു ക്ലാരിറ്റി വരും. ഇതേ റോക്കഫെല്ലറാണ് അമേരിക്കൻ ചാരസംഘടനയായിട്ടുള്ള CIA രൂപീകരിക്കാൻ വേണ്ട ആദ്യത്തെ സീഡ് ഫണ്ട് കൊടുക്കുന്നത്. ഇതേ റോക്കഫെല്ലറാണ്
US മറ്റ് പല രാഷ്ട്രങ്ങളിലെയും ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടാൻ വേണ്ടി രൂപീകരിച്ച കൗൺസിൽ ഓഫ് ഫോറിൻ റിലേഷൻസ് എന്ന് പറയുന്ന CFR സ്ഥാപിച്ചിട്ടുള്ളത്. ഇതേ റോക്കഫെല്ലറിൻ്റെ കാർമ്മികത്വത്തിലാണ് ഐക്യരാഷ്ട്രസഭ പോലും ഉണ്ടായിട്ടുള്ളത്. സോ ഈ ഒരു നെറ്റ്വർക്ക് എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഇതേ റോക്കഫെല്ലറാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഉപദേഷ്ടാവായിട്ടുള്ള സാം പിട്രോഡയുടെ ഒരു പ്രധാന ഫണ്ടർ. മാത്രമല്ല ഈ ലെഫ്റ്റ് ഇക്കോസിസ്റ്റത്തിലുള്ള ഒരുപാട് സംഘടനകൾക്കും വ്യക്തികൾക്കും ഇപ്പോഴും റോക്കഫെല്ലർ ഫൗണ്ടേഷൻ്റെ പിന്തുണ നേരിട്ടും അല്ലാതെയും വരുന്നുണ്ട്. ഈ റോക്കഫെല്ലർ ഫൗണ്ടേഷൻ, അതുപോലെ ജോർജ് സോറോസ്, അതുപോലെ ബിൽ ആൻഡ് മെലിൻഡ ഫൗണ്ടേഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് പേര് ചേർന്നിട്ടുള്ള ഒരു ദ ഗുഡ് ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലബ്ബുണ്ട്. ഈയിടെ അതിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇവർ ഒരു ഘടകമാണ് ഇതിൻ്റെ. ഇപ്പോൾ ഏറ്റവും ആക്റ്റീവായി നിൽക്കുന്ന ഒരു ഘടകമാണ് എന്ന് പറയപ്പെടുന്നു. ഈ ഗുഡ് ക്ലബിലുള്ളവരെല്ലാവരും എടുത്തു കഴിഞ്ഞാലും അതിനേക്കാൾ കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ളവരും, അതിനേക്കാൾ കൂടുതൽ പവർഫുള്ളായവരും, അതിനേക്കാൾ കൂടുതൽ ഫിനാൻഷ്യൽ സ്കെയിലുള്ളവരും ഇതിൻ്റെ അപ്പുറത്ത് ഇനിയുമുണ്ട്. സോ ഇത്രയും പറഞ്ഞത് ഈ ഒരു നെറ്റ്വർക്കിൻ്റെ വലിപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും വലിപ്പമുള്ള ഈ നെറ്റ്വർക്കാണ് ഡീപ്പ് സ്റ്റേറ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നത് എന്നാണ് പൊതുവെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് മനസ്സിലാക്കുമ്പോൾ തന്നെ ഗ്ലോബൽ പൊളിറ്റിക്സിൻ്റെ ഒരു ആകെ പിക്ചറും കിട്ടുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ലോകം ഇടത് അല്ലെങ്കിൽ വലത് രാഷ്ട്രീയത്തിൽ കുടുങ്ങിക്കിടക്കുന്നതെന്ന്. എന്താ വെച്ചാൽ ഈ കോൺഫ്ലിക്റ്റ് പലരുടെയും ആവശ്യമാണ്. ഈ കോൺഫ്ലിക്റ്റ് ഇല്ലാതെ മ്യൂച്വലി കോംപ്ലിമെൻറ്റിംഗ് ആയിട്ട് കാര്യങ്ങൾ നടന്നു പോയി കഴിഞ്ഞു എന്നുണ്ടെന്ന് വെച്ചാൽ പലരുടെയും ലോങ് ടേം ഒബ്ജക്റ്റീവ് നടക്കാതെ വരും. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഡീപ്പ് സ്റ്റേറ്റ്. ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഒരു തുടക്കം നമുക്കിങ്ങനെ പറയാൻ കഴിയും. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് ഡീപ്പ് സ്റ്റേറ്റിൻ്റെ അവരിടപെട്ടിട്ടുള്ള വിഷയങ്ങൾ, പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യം എന്നുള്ളതാണല്ലോ നമുക്ക് പ്രധാനം. നമുക്ക് നമ്മുടെ രാഷ്ട്രത്തിൽ എങ്ങനെയാണ് ഈ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിലാണെന്നുള്ളതാണ് നമുക്കിനി ചർച്ച ചെയ്യാനുള്ളത്. പല കാലങ്ങളിൽ പല രീതികളിലാണ് ഇടപെട്ടതെന്നാണ്. പക്ഷെ അതെനിക്ക് തോന്നുന്നൊരു വിശാലമായ സബ്ജക്റ്റ് ആയിരിക്കും. അതെ, വളരെ വൈഡായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. പല കാലത്തും പല രീതികളിലാണ് ഇടപെട്ടിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 19-ാം നൂറ്റാണ്ടിൻ്റെ ആ കാലഘട്ടത്തിൽ മുതൽ തന്നെ ഇവരുടെ വളരെ ആക്റ്റീവായിട്ടുള്ള പരിശ്രമങ്ങളുണ്ട് ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്. ഒരു പക്ഷേ അതിന് മുമ്പും ഇവരുടെ പ്രസൻസും ഉണ്ട്, ആക്ടിവിറ്റീസും ഉണ്ട്. പക്ഷെ ഇതുപോലെ കോൺസെർട്ടഡ് ആയിട്ടുള്ള എഫേർട്ടുകൾ തുടങ്ങിയിട്ടുള്ളത് 19-ാം നൂറ്റാണ്ട് മുതലാണെന്ന് തോന്നുന്നു. ആ സമയത്ത് അവർ ഈ അജണ്ടകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആദ്യം ഉപയോഗിച്ചിരുന്നത് കോളനിവൽക്കരണത്തിനെയാണ്. കോളനികൾ വഴി ലോകം മുഴുവനും തങ്ങളുടെ കീഴിൽ കൊണ്ടുവരിക. ആ സമയത്ത് ഇവരുടെ ഒരു ആസ്ഥാനമായി കരുതപ്പെട്ടിരുന്നത് UK ആണ്. UK ആയിരുന്നല്ലോ ഏറ്റവും കൂടുതൽ കോളനികളുണ്ടായിരുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു സാമ്രാജ്യം എന്ന് പറയുന്നത്. അതിനുശേഷം കോളനിവൽക്കരണത്തിൻ്റെ ഭാവി ഏകദേശം അവസാനിച്ചു എന്ന് മനസ്സിലായതോടു കൂടിയാണ് ഇവർ ബേസ് US-ലേക്ക് ഷിഫ്റ്റ് ചെയ്തതെന്ന് പറയപ്പെടുന്നു. അതിനുശേഷം US-ൻ്റെ നേരത്തെ പറഞ്ഞ ഒരുപാട് ബോഡികളുണ്ടല്ലോ, ലൈക്ക് CFR, അതുപോലെ ചാരസംഘടനകൾ, അതല്ലാതെ ഈവൻ US എംബസി. ഈ അടുത്ത് ഇന്ത്യയിലെ US എംബസികൾ കൗണ്ടറിങ് ഡിസ്ഇൻഫർമേഷൻ എന്നും പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ നടത്തിയായിരുന്നു. കൊൽക്കത്ത, ഡൽഹി, ലക്നൗ, ഹൈദരാബാദ്, ഈ 4 സ്ഥലങ്ങളിലായിട്ട് ക്യാമ്പയിൻ നടത്തിയായിരുന്നു. ഈ രീതിയിലൊക്കെയാണ് ഇപ്പം ഇടപെടൽ നടക്കുന്നത്. പൊളിറ്റിക്കൽ നറേറ്റീവിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക, ജനങ്ങളുടെ തോട്ട് പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക. അതിൻ്റെ ഒരു ഇതിലേക്ക് കടന്നു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഇൻഫർമേഷൻ വാറിലെത്തി. അതെ, നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നു. അതെ, എന്തായാലും ലോകം നേരിടുന്ന ഒരു ഇൻഫർമേഷൻ വാർ, ഒപ്പം തന്നെ ഈ അവിശുദ്ധ കൂട്ടുകെട്ടുകൾ, ഇടതും വലതും തമ്മിലുള്ള ഇവിടെ ഈ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ വലിയ വായിൽ സംസാരിക്കുകയും അതിനൊപ്പം തന്നെ അവിടുന്ന് തന്നെ ഫണ്ട് സ്വീകരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ, പിന്നെ ഡീപ്പ് സ്റ്റേറ്റ്, മറ്റ് രാഷ്ട്രങ്ങളുടെ കാര്യങ്ങൾ ഇടപെടുന്നു, ഇതൊക്കെ നമ്മുടെ രാഷ്ട്രത്തെയും ബാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ വേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വിശദമായ പഠനം നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം.